ഹല്ലേലൂയ. ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ആത്മാവിനെയും അവിടുത്തെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്വതന്ത്രമായിട്ട് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചാൽ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ ലേഖനത്തെ 4-ാം അധ്യായം 10-ാം തിരുവചനം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്നേഹിച്ചു, അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വപുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചു എന്ന 2 ഭാഗമാണ് ശരിക്കും തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് കാരണം. നമ്മുടെ യഥാർത്ഥ സ്നേഹം ദൈവം നമ്മെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വപുത്രനെ ബലിയായി നൽകി നമ്മെ സ്നേഹിച്ചു എന്നാണ് യഥാർത്ഥ സ്നേഹം എന്ന് തിരുവചനം നമ്മോട് പറയുകയാണ്. അപ്പൊ നമ്മുടെ സ്നേഹം എന്താണ്? ഹല്ലേലൂയ. ഒരു ഒറിജിനലുള്ള എല്ലാ സംഭവത്തിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, ഒറിജിനലിലെ എല്ലാ നോട്ടിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഒറിജിനലായിട്ടുള്ള എന്ത് വസ്തു ഇറങ്ങിയാലും അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഒറിജിനൽ ഇല്ലാത്ത ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ ഒറിജിനലായിട്ടുള്ള സ്നേഹത്തെ കുറിച്ച്, പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മുടെ തിരുവചനം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. നാം അവിടുത്തെ സ്നേഹിച്ചു എന്നതിന് മുന്നിൽ പറയുന്നു. എന്താണ് ശരിയായിട്ട് നമ്മുടെ സ്നേഹം എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹം സാധിക്കും. അമ്മയും മക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു സ്നേഹം നമ്മൾ കാണുന്നു. മനുഷ്യന്റെ ഒരു സ്നേഹം, സഹോദരങ്ങൾ തമ്മിൽ നമ്മളൊരു സ്നേഹം കാണുന്നുണ്ട്. അതുപോലെ അയൽക്കാർ തമ്മിൽ നമുക്കൊരു സ്നേഹം കാണുന്നുണ്ട്. ഈ ഒരു സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ഒന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ എല്ലാ സ്നേഹത്തിന്റെ പിന്നിലും ഒരു സ്വാർത്ഥത ഒളിഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. മാതാപിതാക്കളെ മക്കളെ സ്നേഹിക്കുന്നതിൽ ഒരു സ്നേഹത്തിന് ഒരു സ്വാർത്ഥത ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ഇവര് വലുതായിട്ട് നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുകയും തിരിച്ച് ഒരു സ്നേഹം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്വാർത്ഥത നിറഞ്ഞ മക്കളിലൂടെ അല്ലെങ്കിൽ സഹോദരങ്ങളിലൂടെ, ഇനി മക്കള് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന സ്നേഹത്തിനും ബാക്കിലൊഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്വാർത്ഥത നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മിലുള്ള സ്നേഹം ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഒറിജിനൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എല്ലാ സംഭവത്തിനും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സ്നേഹം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വാർത്ഥതയില്ലാത്ത ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കും. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സ്നേഹമായിരിക്കും. നമ്മളിവിടെ തെറ്റായ ചില സ്നേഹബന്ധങ്ങൾ കാണാം. വിവാഹം കഴിഞ്ഞവർ തന്നെ പല സ്നേഹബന്ധങ്ങളും തുറന്നു പോകുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള സ്നേഹത്തിന് പിന്നിലൊക്കെ ഒരു സ്വാർത്ഥത ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതാണ് ഈശോ പറയുന്നത്, യോഹന്നാനോട് പറയുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല. അപ്പൊ മനുഷ്യന്റെ സ്നേഹത്തിന്റെ ബാക്കിലൊക്കെ ഒരു സ്വാർത്ഥത ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് ദൈവ തിരുവചനത്തിലൂടെ നമ്മൾ സ്പഷ്ടമായിട്ട് പറയുകയാണ്. രണ്ടാം ഭാഗം പറയുകയാണ്, നമ്മൾ പാപികളായിരിക്കെ ആ ഒരു സ്നേഹത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മളിപ്പോ ആദ്യത്തെ സ്നേഹം പറഞ്ഞു, മാതാപിതാക്കൾക്ക് മക്കളോടൊരു സ്നേഹം ഉണ്ടെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ നമുക്ക് മാതാപിതാക്കളോടും മക്കളോടൊരു സ്നേഹം കിട്ടെ. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കള്
ഞാനൊരു വലിയ പാപം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു വലിയ തിന്മ ഞാൻ ചെയ്തു, എന്നെ സമൂഹം മൊത്തം അറിഞ്ഞു, എന്നെ പോലീസ് പിടിച്ചു, അങ്ങനെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു വിചാരിക്കട്ടെ. ഒരു വലിയൊരു തിന്മ എന്നിന് സംഭവിച്ചു. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കള് ആ സ്നേഹത്തില് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവനെയാണല്ലോ ഞാൻ ഇത്രയും നാള് 10 മാസം ചുമന്ന് പ്രസവിച്ചത് വളർത്തിയതൊക്കെ, ഇവ ഇങ്ങനെ എൻ്റെ വയ്ക്കന്നെ വന്ന് പറഞ്ഞതോ എന്ന് പറയുന്ന ഒരു മാതാപിതാക്കളുടെ സ്നേഹം നമുക്ക് പുറത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഇനി മക്കള് എന്തെങ്കിലും ഒരു തെറ്റില് എന്ന് പറയട്ടെ, അപ്പൊ മാതാപിതാക്കൾ ഇത് തിരിച്ചു പറയുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ മക്കള് നമ്മൾ പറയും, ഈ ഒരു അപ്പനെ മകനായിട്ടുള്ള ഞാൻ ജനിച്ചത്, എനിക്കിപ്പോ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ നാണക്കേട് ഈ അപ്പനെ വരുത്തി വെച്ചു എന്ന് പറഞ്ഞ് നമ്മളെ തടയുന്ന, അല്ലെങ്കിൽ സ്വാർത്ഥത നിറഞ്ഞ ഒരു സ്നേഹത്തിന്റെ പ്രത്യേകത നമുക്ക് തിരിച്ചു കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത വചനം പറയുകയാണ്, നാം പാപികളായിരിക്കെ, ഒരു അർഹതയില്ലാതിരിക്കുമ്പോൾ സ്വപുത്രനെ നമുക്ക് വേണ്ടി ബലിയായി നൽകി നമ്മെ സ്നേഹിച്ചു, അല്ലെങ്കിൽ നമ്മെ വീണ്ടെടുത്തു. ഇതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2000 വർഷം മുന്നേ നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ ബലിയായി തീർന്ന് ദൈവത്തിന്റെ സ്നേഹം ഇന്ന് കൂദാശകളിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് കിടക്കുന്നുണ്ട്. ഒരു മാമോദീസ എന്ന കൂദാശയിലൂടെയാണ് പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകപ്പെടുന്നത്. ദൈവത്തിന്റെ സ്നേഹം കൂദാശയിലൂടെയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നിറയുന്നത്. ഹല്ലേലൂയ. വലതുകൈ ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തില് 5-ാം അധ്യായം 5-ാം തിരുവചനം പ്രകാരം കാണുന്നുണ്ട്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആദ്യമായി ദൈവം നൽകപ്പെട്ടു, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ എല്ലാം സഹിച്ചിട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. സ്നേഹത്തിന്റെ പൂർണ്ണത പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണ്. നമ്മളെ ദ്രോഹിക്കുന്നവരെ ക്ഷമിക്കുകയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്നേഹം നിറഞ്ഞ, അല്ലെങ്കിൽ ദൈവസ്നേഹം നിറഞ്ഞ വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഒരു സംഭവം കർത്താവ് കുരിശിലൂടെ അത് പൂർത്തീകരിച്ച് കാണിച്ചു വരികയാണ്. കാരണം വിഷാദീനായ ശതാധിപന്റെ മാനസാന്തരം സംഭവിക്കുന്ന അപ്പോഴാണ് ശരി. കാരണം ഇത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ശതാധിപനിലും മാറ്റം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ശതാധിപൻ മാനസാന്തരം സംഭവിക്കുന്നത് ഈ ക്ഷമിച്ചുള്ള പ്രാർത്ഥന കേൾക്കുമ്പോഴാണ്. ശതാധിപൻ ഒരുപാട് കുരിശുമരണം കണ്ടിട്ടുണ്ട്, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ ക്ഷമയുടെ സ്നേഹം പുറത്തേക്ക് വന്നപ്പോഴാണ് അവനിൽ മാനസാന്തരം സംഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കത്തോലിക്ക വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും അനുദിനം വിശുദ്ധ ബലിയിലൂടെ ത്രിത്വത്തെ, ഈശോയുടെ തിരുശരീര രക്തത്തിലൂടെ ത്രിത്വത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു നിറയുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ പലപ്പോഴും പല വ്യക്തികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ തിരുശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ത്രിത്വമാണ് നമ്മിൽ വരുന്നത്. നമ്മളെല്ലാ പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു അവസാനം സഭ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഒക്കെ ഇങ്ങനെയാണ്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ത്രിത്വത്തെയാണ് സഭ എല്ലാ പ്രാർത്ഥനയിലും ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. ത്രിത്വത്തിന്റെ സാന്നിധ്യമാണ് എല്ലാ പ്രാർത്ഥനയിലും സഭ പഠിപ്പിക്കുന്നത്. അപ്പൊ വിശുദ്ധ കുർബാനയിലൂടെ അല്ലെങ്കിൽ മാമോദീസയിലൂടെ നമ്മൾ വരുന്നു പറയുമ്പോൾ ത്രിത്വമാണ് നമ്മിൽ വന്ന് വസിക്കുന്നത്. ഹല്ലേലൂയ. ഈശോ പറയുന്നുണ്ട്, എന്നെ കാണുന്നു എന്റെ പിതാവിനെ കാണുന്നു, ഞാൻ ഏകനല്ല, എന്നിൽ എന്റെ പിതാവുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ കൂദാശയിലൂടെ മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ ത്രിത്വമാണ് നമ്മിൽ വന്ന് നിറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ രഹസ്യമാണ്, ത്രിത്വമാണ് നമ്മിൽ വന്ന് നിറയുന്നത്. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകതകള് പരിശുദ്ധാത്മാവിന് ലഭിച്ച വ്യക്തികൾക്ക് ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പൗലോസിലൂടെ എഴുതി വെച്ചിരിക്കുകയാണ്. സ്നേഹം, ക്ഷമ, ദയ, സമാധാനം, ആത്മസമീപനം, വിശ്വസ്തത, ആനന്ദം. ഈ ആത്മാവിന്റെ ഫലങ്ങളാണ് നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ ആത്മാവിന്റെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം. ദൈവസ്നേഹം നിറയാനായിട്ട് ഈ ആത്മാവിന്റെ ഫലമാണ് ദൈവസ്നേഹം. ആത്മാവിന്റെ ഫലത്തിൽ പറയുന്ന ആദ്യത്തെ ഒരു കാര്യമാണ് ദൈവസ്നേഹം നിറയാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവസ്നേഹം നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരൊന്ന് കരങ്ങൾ പൊന്തിക്കാവോ? ദൈവസ്നേഹം നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളവര് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിന്റെ സ്നേഹം നിറയണം. എന്താണ് ദൈവത്തിന്റെ സ്നേഹം? ഈ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കേണ്ടതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. പ്രവൃത്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ ഫലം നമ്മിൽ വന്ന് നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ അനുദിന കൂദാശയിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ നിറയുന്നുണ്ട്. ഇത് പുറത്തേക്ക് ഒഴുകേണ്ടതാണ് ഫലം. പുറത്തേക്ക് ഒഴുകേണ്ട പ്രവൃത്തിയാണ് ദൈവത്തിന്റെ സ്നേഹം. അല്ല, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു കൂദാശയോടെ സ്വീകരിക്കുന്ന ഒരു സംഭവം മാത്രമല്ല, ഇത് പുറത്തേക്ക് ഒഴുകേണ്ട ഒന്നാണ്. അതാണ് കർത്താവ് പല ഫലങ്ങളെ കുറിച്ച് പറയുന്നത്. സ്നേഹം, ക്ഷമ, ദയ, നന്മ, സമാധാനം, ഇതൊക്കെ പുറത്തേക്ക് ഒഴുകണം. ഫലം നമ്മിൽ വന്ന് കിടക്കുന്നുണ്ട് കൂദാശയിലൂടെ. പക്ഷെ ഇത് പുറത്തേക്ക് ഒഴുകുമ്പോഴാണ് ഞാൻ ദൈവത്തിന്റെ സ്നേഹം ശരിക്കും അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വന്നിട്ട് ശരിക്കും ഒരു 30 വർഷത്തോളമായി. ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് 1 വർഷത്തോളമായിട്ടുള്ളൂ. ഞാനൊരു സംഭവം ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെ ഈ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ എടുത്തറിഞ്ഞാൽ എന്നെ കുറിച്ചൊന്ന് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വന്നു. അപ്പൊ ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ തമ്മിൽ ആരായിട്ടും അകൽച്ചയില്ല, മക്കളായിട്ട് അകൽച്ചയില്ല, ഭാര്യയായിട്ട് അകൽച്ചയില്ല, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഞാൻ എൻ്റെ മക്കളോടൊക്കെ ചില സമയത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ മോളെ ചോദിക്കാറുണ്ട്, പപ്പ പറയുമ്പോൾ പക്ഷെ ഭയങ്കര ഗൗരവമുള്ള രീതിയിൽ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അങ്ങനെ പറയാൻ അത്ര ഫ്രീഡം എൻ്റെ മക്കളായിട്ട് എനിക്കുണ്ട്. അപ്പോൾ അവരെന്നോട് തുറന്നു പറയാണ്, എനിക്ക് പപ്പ സംസാരിക്കുമ്പോൾ പപ്പ എന്നോട് ഭയങ്കര ഗൗരവത്തിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെ വചനം എന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് ടച്ച് ചെയ്യുന്ന എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ ഈ ഒരു വചനം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഇനിയും മാറ്റം വരേണ്ടതുണ്ട്. കാരണം എന്നിൽ നിന്ന് ഫലം പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഞാൻ അന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ 2 പേരുടെ കാലിൽ വീണ് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യയുടെ കാലിൽ വീണ് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ കാലിൽ വീണ് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ശരിക്കും കൃത്യമായിട്ട് എൻ്റെ ഉള്ളില് ദൈവസ്നേഹത്തിന്റെ അനുഭവം ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് മാത്രമല്ല, ഞാൻ എൻ്റെ മക്കളില് അവരുടെ ഓരോ പ്രവൃത്തികളിലും സംസാരത്തിലും ഒക്കെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന രീതികളിലൊക്കെ ഭയങ്കര മാറ്റം എനിക്ക് കാണാനും അനുഭവിക്കാനും പറ്റാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ നമ്മള് ചെറുതാവാനായിട്ട് പഠിക്കണം. ഹല്ലേലൂയ. ഇതില് അപ്പനോ മക്കളോ അല്ലെങ്കിൽ അമ്മായിയമ്മയോ മരുമോളോ അതിനൊന്നും വലിയ പ്രാധാന്യമില്ല. ആര് കാണാൻ തയ്യാറാകുന്നുവോ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഈ ആത്മാവിന്റെ ഫലം പുറത്തേക്ക് ഒഴുകും, ജീവിതത്തിൽ സ്വന്തമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ഒരു അടുത്തൊരു ദിവസം ഇതേപോലെ ഒരു വ്യക്തിയുടെ അടുത്ത് എനിക്ക് ആ വ്യക്തിക്ക് എന്നോട് ദേഷ്യമുള്ളത് എനിക്കൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഈ വ്യക്തി സത്യത്തിൽ ആ വ്യക്തി എന്നോട് ദേഷ്യമുണ്ട്. അപ്പൊ ഞാൻ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ നേരെ കുർബാന കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിലേക്ക് ചെന്നു സംസാരിച്ചു. അന്ന് ദിവസം ആ വ്യക്തിയുടെ കാലിൽ വീണ് ഞാൻ ക്ഷമ ചോദിച്ചു. അപ്പൊ ഈ വ്യക്തി വേറെ പ്രത്യേകം സംഭവിച്ചില്ല, ക്ഷമ ചോദിച്ചു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അന്ന് അപ്പൊ വലിയ സ്നേഹത്തിനൊന്നും എന്നോട് സംസാരിച്ചില്ല. പക്ഷെ ഞാൻ അന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോ ആ വ്യക്തിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിക്ക് ഭയങ്കര അസ്വസ്ഥത. നമ്മുടെ ഇത് ഒഴുകാൻ തുടങ്ങിയാലാണ് കേട്ടോ, സ്നേഹം പങ്കുവയ്ക്കുമ്പോഴാണ് അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ
ഞാൻ ഒരുപാട് വ്യക്തികളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും കാര്യമില്ല. കാരണം യാക്കോബിൽ അങ്ങനെ പറയുന്നുണ്ട്, പ്രവൃത്തി കൂടാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ക്രിസ്ത്യാനിയിൽ ഈ പ്രവൃത്തി ഒഴുകുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനി ഇതേപോലെ തന്നെ ഇരിക്കും. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചലനം നമ്മിലൂടെ സംഭവിക്കാത്തതിന്റെ കാരണം നമുക്ക് താഴാൻ സാധിക്കാത്തതാണ്. ആളുടെ മുന്നിൽ ചെറുതാവാൻ പറ്റാത്തതാണ് നമ്മളിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കാത്തത്. ഹല്ലേലൂയ. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഈ വ്യക്തിക്ക് അവിടെ അസ്വസ്ഥത തുടങ്ങി. ഈ വ്യക്തി വേറൊരു വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ചെന്ന് ക്ഷമ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു വേറൊരു വ്യക്തിയോട്. അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, നീ എന്താ അങ്ങനെ സംസാരിക്കാതെ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോ ആൾക്ക് ഭയങ്കര അസ്വസ്ഥയാണ്. എനിക്ക് മനസ്സിലായി തുടങ്ങി. കാരണം പരിശുദ്ധാത്മാവ് വെറുതെ ഇരിക്കില്ല, പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമ്മളതിന് തയ്യാറായി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഓൾറെഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ അന്ന് വൈകുന്നേരം വരെ ഈ മനുഷ്യൻ അസ്വസ്ഥമാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. വൈകുന്നേരം ഇപ്പൊ എനിക്കൊരു കോള് വന്നു, എന്നെ വിളിച്ചു, എന്നോട് സംസാരിച്ചു. ഒരു 3/4 മണിക്കൂർ സമയം എന്നോട് ഫോണിലൂടെ സംസാരിച്ചു. നമ്മള് പരിശുദ്ധാത്മാവിന്റെ ഈ സ്നേഹമെന്ന ഫലം നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയാലാണ് സഹോദരങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെയോ ബന്ധുമിത്രാദികളെയോ നിങ്ങൾ കാണുന്ന അയൽക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ, ഇവരൊക്കെ നിങ്ങൾക്ക് നേടാൻ, ക്രിസ്തുവിൽ നിങ്ങൾക്ക് നേടാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഈ ഫലം എന്ന് പറയുന്ന പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു പ്രവൃത്തി നമ്മുടെ കൂടെ സംഭവിച്ചാൽ മാത്രമേ നമ്മിലൂടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കൂദാശ സ്വീകരിക്കുകയും ചെയ്യുന്ന വെറും ക്രിസ്ത്യാനി എന്ന നാമം ധരിക്കുന്ന വ്യക്തികളായിട്ട് മാത്രം ഒതുങ്ങിപ്പോകേണ്ടി വരും. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം നമ്മിലൂടെ പുറത്തേക്ക് വരണം. കാരണം ഈശോ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, മുന്തിരിച്ചെടിയും ശാഖയുമാണ് നിങ്ങളെന്ന് ഈശോ പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് വചനം കേട്ട വ്യക്തികളാണ്. കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ വചനം കേൾക്കാത്ത ഒരു കുറവുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ക്രിസ്ത്യാനികൾ വചനം കേൾക്കുകയും ധ്യാനം കൂടാത്ത ധ്യാന സെന്ററുകളും കേരളത്തിൽ കുറവാണ്. അനുദിനം നമ്മൾ ഒരുപാട് വചനം കേൾക്കുന്നുണ്ട്. കാരണം സഞ്ചരിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ വീട്ടിൽ പണിയെടുക്കുമ്പോൾ പോലും ആൾക്കാര് ഡാനിയലച്ഛന്റെയും ഡൊമിനിക് അച്ഛൻ്റെ ഒക്കെ വചനം കേട്ടിട്ടാണ് ചെയ്യണേ. വചനം നമ്മൾ ഒരുപാട് കേട്ടവരാണ്. ചേർന്ന് നിൽക്കുന്ന ഒരു ഫലം, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയിൽ ഫലം ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് വചനം പറയുന്നത് അത് വെട്ടി ഉണങ്ങിപ്പോകുന്ന ഒരു ശാഖയായി തീരും. നമ്മുടെ ജീവിതത്തിൽ ഫലം പുറത്തേക്ക് വരണം. ഈശോ പറയുന്നുണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്നവനെ വെട്ടി ഒരുക്കും. അത് വെട്ടി ഒരുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതാവാൻ തയ്യാറാവണം. യോഹന്നാണെങ്കിൽ ഈശോയെ കുറിച്ച് പറയുന്നില്ലേ, അവന് പറയുകയും ഞാൻ കുറയുകയും വേണം. ഇത് സംഭവിക്കുന്ന സഹോദരൻ, നമ്മുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ത്രിത്വം, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കണമെങ്കിൽ നമ്മളുടെ ഈഗോ അല്ലെങ്കിൽ നമ്മൾ വലിയവനാണെന്നുള്ള നമ്മുടെ ഈ മനോഭാവം, നമ്മളിവിടെ നേരത്തെ സഹോദരൻ പ്രേക്ഷക വർഷിപ്പിലൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. മാർക്കോസിന്റെ സുവിശേഷത്തിലെ മൂലപാപങ്ങളെ കുറിച്ചൊക്കെ പ്രാർത്ഥിച്ചു. ഈ മൂലപാപമാണ് നമുക്ക് താഴാൻ പറ്റാത്ത വലിയ സംഭവങ്ങള്. നമ്മൾ വലിയ പാപങ്ങളൊക്കെ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറയും. മൂലപാപങ്ങള്, ഞാനെന്ന മനോഭാവം, അഹങ്കാരം, അഹന്ത, ഇങ്ങനത്തെ മൂലപാപങ്ങളെ കുറിച്ച്, ഇതാണ് മെയിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വചനത്തെ ഞെരുക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറത്തേക്ക് വരാതെ ഞെരുക്കി പിടിക്കുന്ന നമ്മിലുള്ള മൂലപാപങ്ങളാണ്. ഇവിടെ പ്രശ്നം സഹോദരൻ പറഞ്ഞു, നമ്മൾ ഈ മൂലപാപങ്ങളോടാണ് നമ്മൾ ശരിക്കും ഫൈറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കുമ്പസാരത്തിലൊക്കെ പറയാൻ ഈ മൂലപാപങ്ങളെ കുറിച്ച്, വിശുദ്ധരൊക്കെ കുമ്പസാരിച്ചിരുന്നത് വലിയ മാരക പാപങ്ങളൊന്നല്ല. വിശുദ്ധരൊക്കെ കുമ്പസാരിച്ചിരുന്നത് ദിവസത്തിൽ 2-3 പ്രാവശ്യം കുമ്പസാരിച്ചിരുന്ന വിശുദ്ധരുടെ ജീവിതത്തിൽ പറയുന്നുണ്ട്. അവരൊക്കെ അവരുടെ ഈ മൂലപാപങ്ങളാണ് കണ്ടെത്തി കുമ്പസാരിച്ചിരുന്നത്. നമ്മൾ അനുദിനം കണ്ടെത്തേണ്ടതും നമ്മിൽ നിൽക്കുന്ന മൂലപാപങ്ങളാണ്. നമ്മുടെ ചിന്തയില്, ഭാവനയില് ഞാനെന്ന് വരുന്ന മൂലപാപങ്ങള്, മറ്റുള്ളവരുടെ മുന്നില് പ്രശസ്തി കിട്ടണം, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ അംഗീകരിക്കണം, മറ്റുള്ളവരെന്നെ സ്നേഹിക്കണം. വചനം പഠിപ്പിക്കുന്നത് മറ്റുള്ളവർ എന്തൊക്കെ നിനക്ക് ചെയ്തു തരണം നീ ആഗ്രഹിക്കുന്നു അതൊക്കെ അവർക്ക് വചനങ്ങളെല്ലാം നമുക്ക് കാണാപ്പാടമാണ്. പക്ഷെ ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ തിരിച്ചറിയണം, നമ്മിൽ ഉള്ള സ്നേഹം യഥാർത്ഥമായ സ്നേഹമല്ല, സ്നേഹത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയുക, കർത്താവേ നീ ആഗ്രഹിക്കുന്ന ഈ ഒരു ദൈവ സ്നേഹത്തിന്റെ ഈ ഒരു അഭിഷേകം
അല്ലെങ്കിൽ ആത്മാവിന്റെ ഈ ഫലങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സ്നേഹം കൂദാശയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് വർഷങ്ങളോളമായിട്ടുണ്ട്. ഞാനിപ്പോ ഇതില് നോക്കുമ്പോ ഇതില് പ്രായക്കുറവുള്ള ആരുമില്ല. എനിക്കിപ്പോ 50 വയസ്സായി. അപ്പോൾ ആ ഒരു ഏജുള്ള ആൾക്കാരെ ഞാൻ ഇതിൽ കൂടുതൽ കാണുന്നത് ഒരു 40 അല്ലെങ്കിൽ 35 അങ്ങനെ ഒരു റേഞ്ച് 35-30 വയസ്സ് മുകളിലുള്ള ആൾക്കാർ മാത്രമേ ഈ സമൂഹത്തിൽ ഇരിക്കുന്നുള്ളൂ. മാമോദീസയിലൂടെ സ്വീകരിച്ചു വന്ന പരിശുദ്ധാത്മാവിന്റെ ഈ ഫലം നിറഞ്ഞ അല്ലെങ്കിൽ ഫലം പുറത്തേക്ക് വരുന്ന ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ഈ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇത് പുറത്തേക്ക് വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ഇത് കൂദാശകളിലൂടെ 2000 വർഷം മുന്നേ കർത്താവ് സഭയിൽ ഇത് സ്ഥാപിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അഭിഷേകം കൂദാശയിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ഇത് പുറത്തേക്ക് ഒഴുകാത്തതാണ് നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ കാര്യം തടസ്സമായിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊന്ന് ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവെ ഇതിന്റെ ഒരു സ്നേഹം ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാനായിട്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തില് ഈശോ പറയുന്നുണ്ട്, 7-ാം അധ്യായവും 38-39 എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികള് ഒഴുകും. നമ്മളിതിങ്ങനെ ഉള്ളില് കെട്ടിക്കിടക്കുന്ന വെള്ളമായ എന്ത് സംഭവിക്കും? അത് മലിനമാകും. ഒരു കുറച്ച് നാൾ വെള്ളം കൃപ കെട്ടിക്കിടന്നെന്ന് സംഭവിക്കും, അത് മലിനമാകുന്നേ. നമ്മളൊക്കെ ഇങ്ങനെ കൂദാശകൾക്ക് പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് സ്നേഹിക്കാനായിട്ട് അവരുടെ കുറവുകളോടുകൂടെ ഈശോ നമ്മൾ പൂർണ്ണനായിരുന്നപ്പോൾ അല്ല ഈശോ നമ്മളെ സ്നേഹിച്ചത്. നമ്മുടെ കുറവുകളോടുകൂടെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. മറ്റുള്ളവരുടെ കുറവുകൾ അത് അംഗീകരിക്കുവാനായിട്ട് ആ ഒരു കുറവുകൾ അംഗീകരിച്ച് നമ്മളൊന്ന് താഴാനായിട്ട് അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് എപ്പോ സാധിക്കുന്നുവോ അപ്പോ മുതലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പരാതി ഉണ്ടാവില്ല. ഈ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ സ്നേഹമില്ല, എന്റെ ഉള്ളിൽ സ്നേഹമില്ല. കർത്താവ് നീയാണ് യഥാർത്ഥ സ്നേഹം, നിന്റെ ഈ സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ട്. ഈ ഒരു സ്നേഹം എനിക്ക് അനുഭവിക്കാനായിട്ട് മറ്റുള്ള സ്നേഹിക്കാനായിട്ട് നമ്മൾ അത് തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളിത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പരാതി എന്ന് പറയുന്ന സ്വഭാവം മാറിപ്പോകും. എപ്പോഴും ദൈവത്തോടുള്ള ഒരു കൃതജ്ഞത മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു നന്ദിയുള്ള ഒരു സ്വഭാവം നമ്മിൽ രൂപപ്പെടും. ഇപ്പോൾ നമുക്കുള്ളൊരു സ്വഭാവമാണ് എല്ലാത്തിനും പരാതി. എന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എന്നെ അംഗീകരിക്കുന്നില്ല, എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിൽ എന്നെ എൻ്റെ ഭാര്യ ബഹുമാനിക്കുന്നില്ല, എൻ്റെ മക്കള് ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് പരാതിയുള്ളവരാണ് നമ്മൾ. ഈ എന്താ പറയുക, ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നിറയുള്ളൂ. ഇത് പരാതി പോണാകുന്നതിൻ്റെ ഉള്ളിൽ നിന്ന്. ഒരു ക്രിസ്ത്യാനിക്ക് പരാതി പറയാനായിട്ട് ശരിക്കും പരാതി ഇല്ലാത്തൊരു ജീവിതം എല്ലാം നമ്മള് മരുഭൂമിയിലൊക്കെ ഈ മറുതലിക്കുന്ന സേചനത്തെ കാണുന്നുണ്ട്. ഈ പിറുപിറുപ്പും പരാതിയും നമ്മള് ഇന്നും ആ തരത്തിലുള്ള ജീവിതമാണോ നയിച്ചുകൊണ്ടിരിക്കുന്നത്? വർഷങ്ങളായി കർത്താവ് സഭയില് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതാ. നമ്മുടെ ഈ പരാതി നിറഞ്ഞൊരു സ്വഭാവം മാറണം. ദൈവത്തിന്റെ കൃപ നിറഞ്ഞ ഈ കൃപ നിറഞ്ഞ സ്വഭാവം നമുക്ക് നൽകിയിട്ടുണ്ടെന്നായി. മാമോദി സ്വീകരിച്ചപ്പോൾ ഇത് വന്നു കിടക്കുന്ന പരിശുദ്ധാത്മാവ്. അല്ലാതെ ഒരു ധ്യാനം കൂടുമ്പോൾ കിട്ടണമെന്നല്ല, അല്ലെങ്കിൽ ഒരു വചനപ്രഘോഷം കേൾക്കുമ്പോൾ കിട്ടണമെന്നല്ല. മാമോദീസയുടെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്ന് കിടക്കുകയാണ്. ഇത് കത്തിച്ചൊലിക്കാനും ഇതിനൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനും ഇതിനൊന്ന് അനുവദിച്ചാലല്ലേ ഇത് പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ഈ സ്വഭാവത്തിൽ ആദ്യം മാറ്റം വരണം. ഈ പിറുപിറുക്കുന്ന പരാതിപ്പെടുന്ന സ്വഭാവത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹം നിറയാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമായിരുന്നു. അപ്പൊ ദൈവത്തോട് നമുക്ക് കൃതജ്ഞത ഉണ്ടാവും. മറ്റുള്ളവരോട് നമുക്ക് അവരെന്ത് പറഞ്ഞാലും എന്ത് സ്വഭാവം ഉണ്ടായാലും അത് പരാതി കൂടാതെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മാതാപിതാക്കന്മാർക്കും മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഒരുപാട് പ്രാർത്ഥന നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യണതാ. നമ്മുടെ കുടുംബത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാ. ജപമാല ചൊല്ലി അത് കിട്ടാത്തതിന്റെ പരാതി ദൈവത്തോട് വേറെയുണ്ട്. എനിക്ക് കിട്ടാത്തതിനെ കുറിച്ചുള്ള പരാതി മാത്രമേ ദൈവത്തിന്റെ അടുത്തുള്ളൂ നമുക്ക്. ഞാൻ ഒരിക്കൽ ഇനി കുമ്പസാരിക്കാൻ ചെന്നിരുന്നപ്പോ
എൻ്റെ അപ്പൻ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു പോയതാണ്. അപ്പൊ എനിക്ക് ദൈവത്തോട് ഞാൻ ഇങ്ങനെ നവീകരണത്തിലേക്ക് വന്ന്, ഞാൻ പറഞ്ഞു ഞാൻ 17 വയസ്സുള്ളപ്പോൾ നവീകരണത്തിലേക്ക് വന്നതാ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളില് ചില സാഹചര്യങ്ങൾ, ചില കാരണങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ദൈവത്തോട് പിറുപിറുപ്പ്, ഒരു മടുപ്പ് അനുഭവപ്പെടും. ദൈവത്തോട് പരാതി, ദൈവത്തോട് ദേഷ്യം തോന്നുന്നു എനിക്ക്. എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം കർത്താവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു തന്നു. നിനക്ക് എന്നോടുള്ള ദേഷ്യത്തിന്റെ കാരണം കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു. എനിക്ക് അപ്പന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതിൽ ദൈവം കാരണമാണ് എൻ്റെ അപ്പൻ മരിച്ചു പോയത്. അതുകൊണ്ട് എനിക്ക് അന്ന് മുതലേ ദൈവത്തോട് അപ്പന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത കാരണം ദൈവത്തോട് എൻ്റെ ഉള്ളില് വലിയ ദേഷ്യം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ പലപ്പോഴും മാതാപിതാക്കള് മക്കളെ, കുഞ്ഞു പിള്ളേരൊക്കെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചെറുപ്പത്തിലെ അത് കിട്ടാത്ത ഒരു വിഷമം എൻ്റെ ഉള്ളിൽ തോന്നാറുണ്ട്. അപ്പൊ ഈ പരാതിയും പിറുപിറുപ്പ് എൻ്റെ ഉള്ളിൽ അന്ന് തൊട്ടുണ്ട്. അപ്പൊ ഈ ദൈവത്തോട് എനിക്ക് അന്ന് മുതലേ ഈ ഒരു ദേഷ്യം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ നവീകരണത്തിൽ വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് പറ്റാത്തതും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതം ക്രമപ്പെട്ടില്ലെങ്കിൽ എനിക്ക് കർത്താവിനോട് പരാതിയും ദേഷ്യമാണ്. പിന്നെ 2 ദിവസത്തേക്ക് വലിയ പ്രാർത്ഥന സംഭവമൊന്നുമില്ല. ഞാനിത് എൻ്റെ ജീവിതം പറഞ്ഞത് ഇന്ന് എല്ലാ ക്രിസ്ത്യൻ, ഞാനൊരിപ്പോൾ ശുശ്രൂഷ ഒരുപാട് കാലമായി. അപ്പൊ ഞാൻ ഒരുപാട് വ്യക്തികൾക്ക് കാണുന്നതും കേൾക്കുന്നതാണ് ഇങ്ങനെ പറയണത്. കാരണം നമുക്ക് ദൈവത്തോടാണ് പരാതി. ഞാൻ ഫസ്റ്റ് ധ്യാനം കൂടിയപ്പോൾ എല്ലാ വ്യക്തിയോടും, സമൂഹത്തിലുള്ള എനിക്കറിയാവുന്ന എന്നെ ദേഷ്യമുള്ളവരോട്, ഞാൻ വിഷമിപ്പിച്ചവരോട് എല്ലാവരോടും ഞാൻ അന്ന് മനസ്സിൽ കണ്ട് ക്ഷമ പറഞ്ഞു. ചിലരോടൊക്കെ അന്ന് കാലം കൊണ്ട് ക്ഷമ പറഞ്ഞതാ. കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു. ഞാൻ ഒരിക്കലും കുമ്പസാരത്തിൽ എനിക്ക് ദൈവത്തോട് ദേഷ്യമുണ്ടെന്ന് ഏറ്റു പറഞ്ഞിട്ടില്ല. എനിക്കിത് മനസ്സിലായപ്പോൾ ഞാൻ എനിക്ക് പോയിട്ട് കുമ്പസാര കൂട്ടിൽ ഞാൻ ഏറ്റു പറഞ്ഞു, എനിക്ക് ദൈവത്തോട് ഭയങ്കര ദേഷ്യമുണ്ട്. ഞാൻ എൻ്റെ ആ ഒരു പാപം എനിക്ക് മനസ്സിലായത് ഏറ്റു പറയാതെ ആ ഒരു പാപത്തിന്റെ സ്വാധീനം എനിക്ക് പോവില്ല. കാരണം വർഷങ്ങളായിട്ട് ഞാൻ ദൈവമായിട്ട് മല്ലടിക്കുന്നതാ. ഇത് വർഷങ്ങളായിട്ട് ഇസ്രായേൽ ജനം ദൈവത്തോട് തന്നെ ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു പ്രവൃത്തി തന്നെയാണ്. ഞാനൊരു കുമ്പസാരത്തിനത് ഏറ്റു പറഞ്ഞു. കുമ്പസാരത്തിനത് ഏറ്റു പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു സ്വഭാവം എന്നിൽ നിന്ന് മാറിപ്പോയത്. ഞാൻ സ്വന്തമായി ഞങ്ങളുടെ തൃശ്ശൂര് പുത്തമ്പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പുത്തമ്പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതേപോലെ ബാക്കിൽ ബെഞ്ചുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ സക്രാനിലേക്ക് നോക്കി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കർത്താവ് ഒരു ദർശനം കാണിച്ചു തരാണ്. പിതാവായ ദൈവം ഒരു ഭൂമിയുടെ ഗോളത്തുമേ ഒരു കാല് കയറ്റി വെച്ചിട്ട് ആ പള്ളിയുടെ വലിയൊരു പള്ളി നിറഞ്ഞു നിൽക്കുന്ന ഒരു പിതാവായ ദൈവത്തിന്റെ ഒരു ചിത്രം, ഒരു ദർശനം ഞാൻ കാണുകയാണ്. ആ ദർശനം ഒരു സെക്കൻഡ് ഞാൻ കണ്ടുള്ളൂ. അത് കണ്ടു കഴിഞ്ഞു പിന്നെ ഇന്നേ വരെ പിതാവിന്റെ സ്നേഹം അനുഭവിക്കാത്ത, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചു പോയതിന്റെ ഒരു സങ്കടം എൻ്റെ ഉള്ളിൽ പിന്നെ ഞാൻ ഇന്നവരെ അനുഭവിച്ചിട്ടില്ല. ഞാനൊരു ചിന്ത പിന്നെ തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ തിരിച്ചറിഞ്ഞ്, ഞാൻ എന്നെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ആ പാപം ഏറ്റുപറയുമ്പോൾ ആ പാപം ക്ഷമിക്കപ്പെടുക മാത്രമല്ല, ദൈവത്തിന്റെ കൃപ, എന്നിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് ആ മുറിവുകളെ സൗഖ്യപ്പെട്ട് അത് പുറത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനൊരു ബോധ്യം ഉണ്ടാവട്ടെ. നമ്മളെല്ലാവരോടും ക്ഷമ ചോദിച്ചതാ. ഇനി നമ്മുടെ വീട്ടിലുള്ളവരെ നിങ്ങൾ ക്ഷമ ചോദിക്കാനായിട്ട് നിങ്ങൾ അധികം അകലേക്കൊന്നും ഓടണ്ട. നമ്മുടെ കുടുംബത്തിലുള്ളവരെ നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ഞാൻ പല വ്യക്തികളെ കണ്ടിട്ടുണ്ട്, എല്ലാവരോടും നല്ല സ്നേഹത്തിൽ സംസാരിക്കും, വീട്ടില് സിംഹത്തെ പോലെയാണ് പെരുമാറുക. ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ ചിലപ്പോ ഒരു വഴിയിലുള്ള വീട്, ഒരു 50 വീടുണ്ടെന്ന് വിളിക്കുക ഈ വഴിയിൽ. ഇവർക്ക് ചിലപ്പോ ഈ ആദ്യത്തെ വീട്ടിൽ നിന്നാൽ അവസാനത്തെ വീട്ടിലത്തെ ചേട്ടൻ സംസാരിക്കുന്നത് ഈ ആദ്യത്തെ വീട്ടിലത്തെ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റും. അതിന് പ്രത്യേകമാണ്. ഞാൻ ചേട്ടന് ദേഷ്യം വന്നത് അങ്ങനെയാണ്. ചെറിയ കാര്യമാണാവുള്ളൂ. പക്ഷെ നമ്മളറിയാതെ നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം. നമ്മൾ ക്ഷമ ചോദിക്കേണ്ട ആദ്യം അകലേക്കല്ല പോകേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾ ആദ്യം നമ്മുടെ കുടുംബത്തില് ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്ന കുടുംബത്തിലെ വ്യക്തികളെ നേടാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ശുശ്രൂഷയിൽ നിൽക്കണമെന്ന് പറഞ്ഞാലും ഇത്രയും വർഷമായിട്ട് ഞാൻ എൻ്റെ മക്കളുടെയും എൻ്റെ ഭാര്യയുടെയും കാലുമ്പോൾ ഞാൻ അന്ന് വീണതിന്റെ കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ളവരെ നേടാൻ പറ്റാതെ എനിക്ക് പുറത്തുള്ള ആരും നേടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുക. നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥനയ്ക്ക് നടക്കുന്ന വ്യക്തികളാണേ. പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ നേടാൻ നമുക്ക് ഇന്നവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒരുപാട് വചനം പ്രഘോഷിച്ച് ശുശ്രൂഷകരെ എനിക്കറിയാം. ഒരുപാട് ശുശ്രൂഷകരെ കർത്താവ് കണക്ഷനുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടെന്ന്. കുടുംബത്തില് സിംഹത്തെ പോലെ അതൊരു വചനമുണ്ട് സങ്കീർത്തനത്തിൽ. കുടുംബത്തിൽ സിംഹത്തെ പോലെ പെരുമാറുന്ന
ഇങ്ങനെ ഒരു വചനമുണ്ട്. അപ്പൊ ഇങ്ങനെയും ഈ തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇന്ന് വരുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ അടുത്ത് നമുക്ക് താഴാനായിട്ട് പറ്റണം. കുടുംബത്തിലുള്ളവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റണമേ, മനസ്സിലാക്കാൻ പറ്റണമേ. ത്രിത്വം ത്രിത്വം ഭയങ്കര സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. ത്രിത്വം നമ്മൾ ത്രിത്വമാണ് വന്ന് വസിക്കുന്നത്. സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, സഭയുടെ എല്ലാ ടീച്ചിങ്ങും അങ്ങനെയാണ്. അത് സത്യമാണ്. ത്രിത്വമാണ് നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയുടെ വരുന്നത്. ഈ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മ നമുക്ക് നമ്മുടെ ഭവനത്തിൽ നേടാനായിട്ട് ആദ്യം പറ്റണം. അപ്പുറത്ത് ഞാൻ പല വ്യക്തികളെ സഹോദരങ്ങളെ കണ്ടിട്ട് ഞാൻ പറയുന്നത്, ഇപ്പൊ വേറിട്ട് കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. പല വ്യക്തികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് സഹോദരനായിട്ട് വല്ല കുഴപ്പമുണ്ട്, എനിക്ക് എൻ്റെ സഹോദരനായിട്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷെ കണ്ടാൽ ഞാൻ സംസാരിക്കില്ല, ചിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. സഹോദരങ്ങളായിട്ട് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ജപമാല ചൊല്ലുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ കണ്ടാൽ എനിക്ക് ചിരിക്കാനോ സംസാരിക്കാനോ പറ്റാത്ത ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് കർത്താവിൻ്റെ കൂട്ടായ്മയുമായിട്ട് ബന്ധം ഉണ്ടാവുക? നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന, ഈ ത്രിത്വം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുക? നമ്മൾ വിലയിരുത്തുന്ന സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് ത്രിത്വത്തിൻ്റെത്. ഉദാശയിലൂടെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നില്ലേ, നീ വിശുദ്ധ ബലിക്ക് വരുമ്പോ ആർക്കെങ്കിലും നിന്നോട് വിരോധം ഉണ്ടെങ്കിൽ, ആ സമയത്ത് കുർബാനയ്ക്ക് വരുമ്പോൾ എനിക്ക് ഒരാൾക്ക് എന്നോട് വിരോധം എൻ്റെ ഉള്ളിൽ തോന്നി, നമുക്കറിയാം, അനേകം പേർക്കുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ആരോടും മാപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യാറല്ലാതെ നമുക്ക് താഴാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ചെറുതാവാൻ എപ്പോൾ തുടങ്ങുന്നോ അവിടെ ദൈവത്തിന്റെ കൃപ നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്തോത്രം ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കാണാൻ ഇതൊക്കെ കാണാണ്ട് ആ ദിവസം 10 പ്രാവശ്യം 50 പ്രാവശ്യം ചെല്ലുന്ന ക്രിസ്ത്യാനികളുണ്ടെന്ന് അമ്മ പറയുന്നത് പറഞ്ഞാൽ, ഇത് ചെറുതായി കർത്താവിന്റെ ദാസി താഴ്മയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ദൈവത്തിന്റെ കൃപ വന്ന് നിറഞ്ഞത്. പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞ വ്യക്തി തന്നെയാണ്. ഈ ഈശോ ശരിക്കും ശിഷ്യന്മാരുടെ കാലുമ വീണതിന്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിൽ പടരണമെങ്കിൽ എന്തുണ്ടാവണം? ചെറുതാവണം. പത്രോസായിട്ട് മാർപ്പാപ്പാന്ന് ഈശോയ്ക്ക് അറിയാം കൃത്യമായിട്ട്. ആദ്യം തെരഞ്ഞെടുത്തതാ. അപ്പൊ പത്രോസിന് പറയണേ, അങ്ങന്റെ കാലുമ വീണാന്ന് പറഞ്ഞു. അപ്പൊ പത്രോസ് വീണെന്ന് പറയേണ്ട കാരണം എന്താണെന്നറിയോ? കാരണം പത്രോസാണ് പിന്നെ അടുത്ത ആള്. അപ്പൊ പത്രോസിനറിയാം, പത്രോസ് ബാക്കിയുള്ളവരുടെ കാലുമ താഴ്ന്നു വരും എന്നറിയാം, ചെറുതാവേണ്ടി വരും. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, അങ്ങന്റെ കാലുമ വീഴല്ലേ എന്ന് പറഞ്ഞാൽ ഇതന്നെ നമ്മുടെ അവസ്ഥ. നമുക്ക് താഴാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാത്തതാണ് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ മൂലപാപം. ഈ ഒരു ചെറുതാവല് നമ്മുടെ ജീവിതത്തിൽ എന്ന് സംഭവിക്കുന്നു, അന്നാണ് നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം ആരംഭിക്കുള്ളൂ. പരിശുദ്ധാത്മാവ് അന്ന് മുതലാണ് ഫലങ്ങളിലൂടെയുള്ളൊരു ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 50 വയസ്സായാലും 60 വയസ്സായാലും ഇങ്ങനെ തന്നെ എല്ലാ പ്രാർത്ഥനയ്ക്കും നമ്മൾ പോവും, എല്ലാ വചനങ്ങളും കാണാണ്ടറിയും. നമ്മൾ പഠിച്ച വചനങ്ങളെക്കാൾ ഉപരിയായിട്ട് പറഞ്ഞില്ലേ, വിജാതികൾക്ക് അറിയാം വചനം. അമാതിരി ഈ ബൈബിളിലത്തെ ഉൽപ്പത്തി വെളിപാട് വരെ പിശാചിനും അറിയാം കൃത്യമായിട്ട്. അപ്പൊ നമ്മൾ ഇതേപോലെ പോയി കഴിഞ്ഞാൽ ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പുറത്തേക്ക് വരില്ല. ഒരുപാട് നമ്മൾ മാറ്റം വരുത്തേണ്ടിയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാനായിട്ട് അതിനുള്ളൊരു കൃപ നമ്മൾ ആഗ്രഹിക്കണം. ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ ഫലം പുറത്തേക്ക് ഒഴുകാനായിട്ട്. ഇത് നമ്മൾ വചനം കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ കുർബാനകൾ സംബന്ധിച്ച് ഒക്കെ വേണം, കൂതാശകൾ വേണം, വചനം കേൾക്കണം. കാരണം വെച്ചാൽ വചനം കേൾക്കുമ്പോഴാണ് നമ്മിൽ വിശദീകരണം സംഭവിക്കുള്ളൂ. ഈശോ 15 യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട് 15:3, ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി. അപ്പൊ ഇത് വചനം കേട്ടാൽ മാത്രമാണ് ഇത് സംഭവിക്കുള്ളൂ. ഇതൊക്കെ വേണം, പക്ഷെ നമ്മളിത് പ്രവർത്തിക്കുന്നവരാവണം. നമ്മുടെ കുടുംബത്തിലുള്ളവരെ നിങ്ങൾ കണ്ടെത്തിക്കോ. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ, ഞാൻ എന്ന് പറയണു, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ കാലുമ വീഴേണ്ടി വരും. നിങ്ങൾ വിലയിരുത്തിക്കോ. നിങ്ങളുടെ സ്നേഹം ആത്മാവിന്റെ, നിങ്ങൾ യഥാർത്ഥ സ്നേഹമില്ല, നമ്മൾ യഥാർത്ഥ സ്നേഹമില്ലാതെ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ സ്നേഹിക്കുന്നത് ഈ സ്വാർത്ഥ മനോഭാവത്തിലുള്ള സ്നേഹമാണ്. മനുഷ്യന്റെ സ്നേഹം അതാണ്. മനുഷ്യന്റെ ഉള്ളില് യഥാർത്ഥമായ സ്നേഹമില്ല. അത് ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളത് കൃത്യമായിട്ട് നമ്മളെ വിലയിരുത്തിയാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ കാലുമ വീഴേണ്ടി വരും. ഈ ഒരു ചെറുതാവല് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ സംഭവിക്കുന്നു, അപ്പോൾ മുതലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലം അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം
നമുക്ക് അനുഭവിക്കാനേ പറ്റുന്നത്. ഈ ഒരു സമാധാനം എന്ന് പറയുന്നത് പരിശുദ്ധ ഈശോ തന്നിട്ടുണ്ടെന്ന്. ക്രിസ്ത്യാനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, അനുഭവിക്കാൻ പറ്റാത്തതാണ് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പോരായ്മ. അപ്പൊ നമ്മളിത് സ്വന്തമാകാനായിട്ട് നമുക്കൊന്ന് ആഗ്രഹിക്കാം. ഈ ഒരു കൃപ പുറത്തേക്ക് വരട്ടെ, ആത്മാവിന്റെ ഫലം ഒന്ന് പുറത്തേക്ക് വരട്ടെ. മറ്റുള്ള നമ്മളെ ഈ ഒരു സ്നേഹത്തിന്റെ ഇത് കൃപ കറക്റ്റ് ആയാൽ ബാക്കിയുള്ളതൊക്കെ തന്നെ വരും. നന്മ, ദയ, സൗമ്യത, ഇതൊക്കെ തന്നെ വരുന്നത്. ആത്മാവിന്റെ ആനന്ദം, ആത്മസമീപനം, ഇതൊക്കെ തന്നെ. ഈ ഒരു ഫസ്റ്റത്തെ കാര്യം ഒന്ന് ക്രമമായാൽ ബാക്കിയുള്ള ഫലങ്ങള് നമ്മൾ അറിയാതെ നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകും. അതാ ഈശോ പറഞ്ഞത്. എന്നെ വിശ്വസിക്കുന്നത് ഒഴുകുന്നു പറയുന്ന കാരണം ഈ സ്നേഹത്തിൽ ഐക്യപ്പെട്ടാൽ ബാക്കിയുള്ള ഫലം തന്നെ ഒഴുകും. നന്മ നമ്മൾ അറിയാണ്ട് നമ്മിൽ നിന്ന് പുറത്തേക്ക് വരും. മനസ്സിലായോ? ക്ഷമ, അത് നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ബോധ്യം വരും, ക്ഷമിക്കാനായിട്ട് അപ്പം പറ്റും. നമ്മൾ സങ്കീർത്തന പുസ്തകത്തില് 7-ാം അധ്യായം 17 മുതൽ 19 ശപിക്കുക അവന് ഇഷ്ടമായിരുന്നു, ശാപം അവന്റെ തലയിൽ വീഴട്ടെ, അനുഗ്രഹിക്കാൻ അവൻ മറന്നുപോയി, അനുഗ്രഹം അവനിൽ നിന്ന് മാറി നിൽക്കട്ടെ. നമ്മള് മറ്റുള്ള വ്യക്തികളെ ക്ഷമിച്ച് അനുഗ്രഹിച്ച് ഈ ഒരു സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന, അതായത് ഇപ്പൊ നമ്മളെ ഒത്തിരി വിഷമിച്ചുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മൾ മനസ്സോടൊക്കെ പറയാം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്, അത് ആവശ്യമായിരുന്നു. നമുക്ക് ഇത് പറഞ്ഞ അങ്ങനത്തെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ യഥാർത്ഥ രീതിയിൽ സ്നേഹിച്ച് പ്രാർത്ഥിച്ചാൽ അങ്ങനത്തെ ഒരു മനോഭാവം നമ്മിൽ വരില്ല. എഫെസോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാം തീയതി പ്രകാരമാണ് പറയുന്നത്, തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. കർത്താവിന്റെ മുമ്പിൽ ഈ ഒരു സ്നേഹത്തില് നിഷ്കളങ്കര്, പരിശുദ്ധര്, ഈ ഒരു സ്നേഹം ക്രമമായാലാണ് പരിശുദ്ധിക്ക് നമ്മുടെ ജീവിതത്തിൽ നിറയുള്ളൂ. ഈ സ്നേഹത്തിന്റെ പ്രവൃത്തി വന്നാലാണ് അശുദ്ധമായ കാര്യങ്ങളൊക്കെ, ഈ മൂലപാപം, വെറുപ്പിന്റെ വേര് വളർന്ന് ഹെബ്രായര് നമ്മൾ പറയുന്നുണ്ട്. ഇത് വെറുപ്പിന്റെ വേര് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അകറ്റിക്കളയുന്ന ഈ ഒരു നീരസത്തിന്റെ വേര്, ഇതൊക്കെ നമ്മിൽ നിന്ന് പോയാലാണ് കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിറയുള്ളൂ. ഹല്ലേലൂയ.